പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. റമളാനിന്റെ രണ്ടാമത്തെ പത്തിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ചരിത്രപരമായും ആരാധനാപരമായും ഒക്കെ വളരെ പ്രാധാന്യമുള്ള 10 ദിവസമാണ് റമളാനിന്റെ 10 മുതൽ 20 വരെയുള്ള ആ 10 ദിവസങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിന്റെ ഒരു മാസത്തെ 3 പ്രത്യേകമായ തട്ടുകളാക്കി തിരിക്കുന്ന സന്ദർഭത്തിൽ പാപമോചനത്തിന്റെ 10 എന്ന് നമ്മളെ പഠിപ്പിച്ച ആ 10ലാണ് നാം ഓരോരുത്തരും. പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ ഒരു സമൂഹം എന്ന നിലയിൽ സംഘടിതമായ ഉന്മൂലനത്തിനു വേണ്ടി ശ്രമിക്കുകയും ആ ഉന്മൂലനത്തെ കായികമായി തന്നെ നേരിട്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തരത്തിൽ ഇസ്ലാം അതിന്റെ അതിജീവനം പ്രകടിപ്പിച്ച ബദർ യുദ്ധം നടന്ന മാസമാണ്. എല്ലാത്തിനും ഉപരി നീണ്ട 13 വർഷം മക്കയിൽ പീഡിപ്പിച്ച് നാട്ടിൽ നിന്ന് പുറത്താക്കി മദീനയിലേക്ക് നാട് കടത്തി മദീനയിലും പീഡനം തുടർന്ന് ആ പീഡനത്തിനൊടുവിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വിജയക്കൊടി മക്കയിൽ പാറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലും 10,000-ഓളം സഹാബാക്കളും തങ്ങളുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന മക്ക വിജയം നടന്നതും ഈ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലാണ്. ഈ സംഭവങ്ങൾക്കൊക്കെ നമ്മളുടെ ഈമാനും നമ്മളുടെ ദീനുമായി ബന്ധമുണ്ട്. റമളാനിന്റെ രണ്ടാമത്തെ 10 അല്ലാഹു തആല പാപങ്ങളിലായി ജീവിച്ച് ജീവിതം തീർത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പാപത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി അല്ലാഹു തആല തന്ന വലിയ ഒരു അവസരമാണ്. നബിതങ്ങളുടെ മക്ക വിജയത്തിന്റെ യാത്രയെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. നീണ്ട 13 വർഷക്കാലം മക്കയിൽ പ്രവാചകനായി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ച് ജീവിച്ച പ്രവാചകനെയും അനുയായികളെയും ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ അവരുടെ കൂട്ടത്തിൽ താരതമ്യേന ബലഹീനരും ജാതിയിൽ കുറഞ്ഞവരുമായ ആളുകളെ തെരഞ്ഞുപിടിച്ച് സംഘം ചേർന്ന് കൂടി ആക്രമിച്ച് കൊല്ലുകയും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും കലാപങ്ങൾ നടത്തുകയും വീടുകൾ കയ്യേറുകയും കുടുംബക്കാരെ കൊന്നുകളയുകയും 13 വർഷക്കാലം ഈ പീഡനങ്ങളൊക്കെ സഹിച്ച് മക്കയിൽ പ്രവാചകനും അനുയായികളും താമസിക്കുന്നു. അവസാനം ഉപദ്രവം സഹിക്കാതെ വരുമ്പോ നാടും വീടും സമ്പത്തും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. മദീനക്കാര് അഭയം കൊടുത്ത പ്രവാചകനെയും അനുയായികളെയും ആ നാട്ടിലും സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കുകയില്ല എന്ന വാശിയുടെ പുറത്ത് മദീനയിലേക്ക് അക്രമം അഴിച്ചുവിടുന്നു. 4-5 നീണ്ട യുദ്ധങ്ങൾ മദീനക്കാരുമായി മുഹമ്മദ് നബിക്കും അനുയായികൾക്കും അഭയം കൊടുത്തു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ മക്കക്കാര് നടത്തുന്നു. ഈ യുദ്ധങ്ങൾക്കെല്ലാം ഒടുവിൽ അവസാനം മക്കയുടെ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് വിജയ ശ്രീലാളിതനായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 10,000-ഓളം സഹാബാക്കളും മക്കയിലേക്ക് വരുന്ന രംഗം ഒരു റമളാനിന്റെ രണ്ടാമത്തെ 10-ാണ് നടക്കുന്നത്. റമളാൻ 10-നാണ് നബിതങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര തുടങ്ങുന്നത്. ഏകദേശം റമളാൻ 18ഓടുകൂടി മക്കയിലേക്ക് എത്തിച്ചേരും. നമ്മൾ ഈ ചരിത്രത്തെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആകെ റമളാനിൽ നടന്ന സംഭവം ചരിത്രമായി ബദർ മാത്രമാണ് കേട്ടിട്ടുള്ളത്. കേവലം 313ഓളം ആളുകളെ കൊണ്ട് 1000-ൽ-അധികം വരുന്ന മക്കയിലെ വില്ലാളി വീരന്മാരായ യുദ്ധ നിപുണന്മാരായ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തിയ അതേ മുസ്ലിങ്ങൾ, അതേ പ്രവാചകൻ, അതേ പ്രവാചകന്റെ സഹാബാക്കൾ ഇന്ന് 10,000-ഓളം സൈന്യവുമായി മക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. മക്കയുടെ അവസ്ഥ വളരെ ദയനീയം. കാരണം മക്കയിലെ യോദ്ധാക്കൾ, അതിസമർത്ഥരായ ശത്രുക്കളൊക്കെ ബദറിലും ഉഹദിലും ഹൈബറിലും ഖന്തഖിലും അഹ്സാബിലും ഒക്കെയായി കൊല്ലപ്പെട്ടു. ഇനി മക്കയിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം, അതിൽ ചില ആളുകൾ ഇസ്ലാമിനോട് കടുത്ത ശത്രുത മനസ്സിൽ ഒളിപ്പിച്ച് യുദ്ധത്തിന് നേരിട്ടിറങ്ങാതെ മക്കയിൽ മാത്രം താമസിക്കുന്ന ആളുകൾ, അവരെ കീഴടക്കുന്നതിന് വേണ്ടി നബിതങ്ങളും സഹാബാക്കളും വരികയാണ്.
വരുന്ന വഴിയിൽ സഹാബാക്കൾ വിളിച്ചു പറഞ്ഞു, അൽ-യൗമ യൗമുൽ മൽഹമ, കഴിഞ്ഞ 20 വർഷത്തെ കണക്ക് തീർക്കേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. കഴിഞ്ഞ 20 വർഷം അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എത്ര ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഞങ്ങൾ സാക്ഷിയായി. ഞങ്ങളുടെ പിതാക്കന്മാരുടെ മുമ്പിൽ കെട്ടിയിട്ട് ഞങ്ങളെ മർദ്ദിച്ചു. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ കെട്ടിയിട്ട് ശരീരമാസകലം അതിക്രൂരമായ രീതിയിൽ പഴുപ്പിച്ചെടുത്ത ഇരുമ്പ് കമ്പികൾ കൊണ്ട് ചുട്ടു പൊള്ളിപ്പിച്ച മക്കക്കാരോടുള്ള പക വീട്ടുന്നതിന് വേണ്ടി അല്ലാഹു തആല തന്ന അവസരമാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് 10,000-ഓളം സഹാബാക്കൾ മാർച്ച് ചെയ്യുന്നു. ചരിത്രത്തിൽ ഇങ്ങനൊരു മുഹൂർത്തം അതിനു മുമ്പും അതിനു ശേഷവും ഉണ്ടായിട്ടില്ല എന്ന് ജാതി മതഭേദമന്യേ ചരിത്രകാരന്മാര് മുഴുവൻ മുഹമ്മദ് നബിയെ കുറിച്ച് രേഖപ്പെടുത്തിയ ആ സംഭവം. കാരണം സഹാബാക്കൾ നോക്കുമ്പോ അവരുടെ കൂട്ടത്തിൽ പലരെയും വിധവകളാക്കിയ മക്കക്കാർ, അവരുടെ കൂട്ടത്തിൽ പല കുട്ടികളെയും അനാഥരാക്കി കളഞ്ഞ മക്കക്കാർ, അവരുടെ കൂട്ടത്തിൽ പല മാതാപിതാക്കളുടെയും കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ കൺമുമ്പിൽ വെച്ച് അതിക്രൂരമായി കൊന്നുകളഞ്ഞ മക്കക്കാർ, അവരിതാ തോറ്റ് ആയുധം താഴെ വെച്ച് പരാജിതരായി ഒന്നും ചെയ്യാൻ സാധിക്കാതെ കീഴടങ്ങി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഇന്ന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പ്രതികാരം? റമദാനിന്റെ 2ാമത്തെ പാപമോചനത്തിന്റെ 10-ൽ ആ സംഘവുമായി മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ എത്തുന്നുണ്ട്. നമ്മള് റമദാനിന്റെ 2ാമത്തെ 10 പാപമോചനത്തിന്റെ 10 എന്ന് പറയുമ്പോഴും ആ യാത്രയിലും കാണാം അല്ലാഹുവിന്റെ റസൂലിന്റെ വിട്ടുവീഴ്ചയുടെ പൊറുക്കലിന്റെ ഗുണങ്ങൾ പ്രകടമായതിനെ കുറിച്ച്. നബി തങ്ങൾ നേരെ മക്കയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം ആരെങ്കിലും സ്വന്തം വീട്ടിൽ വാതിലടച്ചിരുന്നാൽ അവരെ ഇന്ന് വെറുതെ വിടും. ഇന്നത്തെ ദിവസം ആരെങ്കിലും കഅബയിൽ അഭയം തേടിയാൽ എത്ര വലിയ ശത്രുവാണെങ്കിലും അവർക്കും ഇന്ന് മാപ്പ് കൊടുക്കും. ഇനി സ്വന്തമായി വീടില്ലാത്തവർ അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയാൽ അവരെയും വെറുതെ വിടും. ആരെങ്കിലും ആയുധമെടുത്ത് നേരിട്ട് നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാൽ അവരോട് മാത്രം യുദ്ധം ചെയ്യും. അങ്ങനെ ആയുധമെടുത്ത് കീഴടങ്ങി നിൽക്കുന്ന മക്കക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നമ്മളോട് യുദ്ധം ചെയ്യാൻ വരികയും ആ യുദ്ധത്തിന്റെ ഇടയിൽ വെച്ച് എനിക്ക് പശ്ചാത്താപമുണ്ടായി, എനിക്കൊന്ന് ചിന്തിക്കണം, എനിക്ക് നിങ്ങളുടെ ഖുർആൻ ഒന്ന് കേൾക്കണം, നിങ്ങളുടെ വിശ്വാസം ഒന്ന് പഠിക്കണം, അതുകൊണ്ട് സമയം വേണമെന്ന് വാളെടുത്ത് യുദ്ധം ചെയ്തവൻ വാള് നഷ്ടപ്പെട്ട് കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞാൽ അവനോടും മാപ്പ് കൊടുത്ത് അവനെയും പഠിക്കാൻ അവസരം കൊടുത്ത് വിടണമെന്ന് പറയുന്ന സന്ദർഭം. ആ സമയത്ത് വിശദമായ സംഭവമാണ്. ഒരു കഥ മാത്രം ഞാൻ പറയാം. ഒരു മനുഷ്യനുണ്ടായിരുന്നു, സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം നബിതങ്ങളുടെ കടുത്ത വിരോധി, മനസ്സ് മുഴുവൻ നബിതങ്ങളോടുള്ള ശത്രുത. സഫ്വാൻ ഇബ്നു ഉമയ്യ നബിതങ്ങളെ വധിക്കാൻ വേണ്ടി തന്റെ ആയുസ് മാറ്റിവെച്ച വ്യക്തി, പരാജയപ്പെട്ട ധാരാളം ശ്രമങ്ങൾ നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തിയ വ്യക്തി. അദ്ദേഹം മക്ക നബിതങ്ങൾ കീഴടക്കി എന്ന് പറയുമ്പോൾ അദ്ദേഹം മക്കയിൽ നിന്ന് നാട് വിട്ടുപോയി. മുഹമ്മദ് കീഴടക്കിയ നാട്ടിൽ മുഹമ്മദിന്റെ വധശിക്ഷ ഏറ്റുവാങ്ങാനോ അല്ലെങ്കിൽ ആ മുഹമ്മദിന്റെ വിശ്വാസത്തിൽ വിശ്വസിച്ച് ജീവിക്കാനോ സഫ്വാൻ ഇബ്നു ഉമയ്യയെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി നാട് വിട്ട് മക്കയിൽ നിന്ന് തന്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് കടലിന്റെ അടുക്കലേക്ക് ചെന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കടലിൽ ചാടാൻ നിൽക്കുന്ന സമയത്ത് ആരോ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പാപികൾക്കും എല്ലാ അക്രമികൾക്കും ഈ പരിശുദ്ധമായ റമദാനിന്റെ 2ാമത്തെ 10-ൽ മാപ്പ് നൽകിയിരിക്കുന്നു. സഫ്വാൻ ഇബ്നു ഉമയ്യ വിശ്വസിച്ചില്ല. കാരണം എല്ലാവർക്കും മാപ്പ് നൽകിയാലും എനിക്ക് മാപ്പ് നൽകുകയില്ല. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാതകങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തോടും മുഹമ്മദ് നബിയോടും ഞാൻ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ അത്രമേൽ കടുത്തതാണ്. ഈ സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ പേരെടുത്ത് പറഞ്ഞോ മുഹമ്മദ് മാപ്പ് നൽകുമെന്ന്, എങ്കിലും ഞാൻ വരാം. അവസാനം അദ്ദേഹത്തെ കുടുംബക്കാർ നിർബന്ധിച്ച് മക്കയിലേക്ക് കൊണ്ടുവരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ പറഞ്ഞു, മാപ്പ് തന്നൂന്ന് നാവ് കൊണ്ട് മുഹമ്മദ് പറയാതെ ഞാൻ ഒട്ടകത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ ദീനിനെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിച്ച ഒരു മനുഷ്യൻ, ഹിദായത്ത് കയ്യെത്തും ദൂരത്ത് ഇത്രയൊക്കെ ചെയ്തിട്ട് വന്നു നിൽക്കുമ്പോഴും ഹിദായത്തിനെ തട്ടിത്തെറിപ്പിക്കുന്ന സഫ്വാൻ ഇബ്നു ഉമയ്യയെ പോലത്തെ മനുഷ്യൻ നമ്മളുടെ ഇടയിലും കാണും. ഹിദായത്തിന്റെ മാർഗങ്ങൾ നമ്മളുടെ മുമ്പിൽ വിശാലമായി മലർക്കെ തുറന്നു കിടന്നാലും
പാപമോചനത്തിന്റെയും അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയുള്ള അവസ്ഥകൾ, സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ എത്ര വിശാലമായി തുറക്കപ്പെട്ട് കിടന്നാലും തട്ടി മാറ്റുകയും അതിൽ നിന്ന് തെന്നി മാറുകയും ചെയ്യുന്ന മനുഷ്യർ. അങ്ങനെ സഫ്വാൻ ഇബ്നു ഉമയ്യ ഹിദായത്തിന്റെ കിളിവാതിൽ തന്റെ തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നാവ് കൊണ്ട് പറയാതെ ഞാൻ ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയില്ല. സഫ്വാനെ, നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. താഴെ ഇറങ്ങിയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മതത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി 2 മാസം വേണം. നബി തങ്ങൾ പറഞ്ഞു, നീ 4 മാസം എടുത്തു. 4 മാസം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി അമുസ്ലിമായി നബി തങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ മക്കയിൽ കുറെ കാലം താമസിച്ചു. അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് വരാനുള്ള 100 കണക്കിന് അവസരങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ തുറന്നു കിട്ടി. അദ്ദേഹം വന്നില്ല, മാറിയില്ല, പശ്ചാത്തപിച്ചില്ല. അവസാനം ഹുനൈൻ കഴിഞ്ഞിട്ട് നബിതങ്ങളുടെ അടുക്കൽ അതിവിശാലമായ സമ്പത്തിന്റെ ശേഖരം വരുന്നത്. കണ്ണെത്താ ദൂരത്തോളം വിശാലമായ മൈതാനത്ത് ആടുകൾ, ഒട്ടകങ്ങൾ, കുതിരകൾ, സ്വർണത്തിന്റെ കട്ടകൾ, വെള്ളിയുടെ കട്ടകൾ നബിതങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇസ്ലാമിന്റെ കീഴിലേക്ക് മറ്റ് പ്രദേശങ്ങളൊക്കെ കീഴടങ്ങി സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ നബിതങ്ങളുടെ മുമ്പിൽ കുന്നുകൂടി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുമ്പിൽ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന സമ്പത്തിന്റെ മുമ്പിൽ കസേരയിട്ടിരുന്ന് മുഖം നോക്കാതെ സാധുക്കളായ ആളുകൾ തങ്ങളുടെ മുമ്പിലേക്ക് ചോദിച്ചു വരുമ്പോ എണ്ണം പോലും നോക്കാതെ കൊടുക്കുകയാണ്. അതുവരെ ഇസ്ലാം സ്വീകരിക്കാതിരുന്ന സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന മക്കയിലെ കറകളഞ്ഞ കച്ചവടക്കാരന്റെ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന രീതിയിൽ ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ മുഴുവൻ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായി ജീവിച്ചിട്ടും തന്റെ കണ്ണുകൊണ്ട് കാണാത്ത അത്ര വിശാലമായ സമ്പത്ത് നബി തങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു. വരുന്നവർക്ക്, ചോദിക്കുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്നു. ഇതിന്റെ ഇടയിൽ സ്വന്തം മകള് വന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ല. സ്വന്തം മകളോട് പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ ജീവിക്കലാണ് നിനക്ക് നല്ലത്. നിനക്ക് ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ നിന്റെ പേരിൽ ഈ വാപ്പ എഴുതി വെക്കുന്നതിനേക്കാൾ നിനക്ക് പരലോകത്ത് പ്രയോജനപ്പെടുന്ന 3 ദിക്റുകൾ വാപ്പ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് മകളെ പറഞ്ഞയക്കുന്നു. നബിതങ്ങൾ ചോദിച്ചു, എന്താ സഫ്വാനെ, നിനക്കിത് വേണമോ? അന്ന് മുസ്ലിം ആയിട്ടില്ല. കാശ് കിട്ടിയാൽ സഫ്വാന് വേണം. സഫ്വാൻ വെറുതെ പറഞ്ഞു, കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ ഒരു താഴ്വാരം നിറയെ നിൽക്കുന്ന എണ്ണം പോലും ക്ലിപ്തമല്ലാത്ത അത്രയും ആടുകളെ സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് കൊടുത്തു. സഫ്വാൻ ഇബ്നു ഉമയ്യ അത് വാങ്ങിയിട്ട് മാറി നിന്ന് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ അല്ലാഹു തആല എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള 100 കണക്കിന് അവസരങ്ങൾ എന്റെ മുമ്പിൽ തന്നു. പശ്ചാത്തപിക്കാനുള്ള 1000 കണക്കിന് അവസരങ്ങൾ എന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ കൈകൊണ്ട് പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ജീവിച്ചവനാണ്. പക്ഷെ ഞാൻ ഇന്ന് എന്റെ കണ്ണുകൊണ്ടൊരു കാഴ്ച കണ്ടു. തന്റെ മുമ്പിലേക്ക് വന്ന ചിന്തിക്കാൻ, ഊഹിക്കാൻ, കണക്കെടുക്കാൻ പോലും സാധിക്കാത്ത സമ്പത്ത് തന്റെ മുമ്പിലേക്ക് വന്നു നിൽക്കുമ്പോ അതിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വരുന്ന സാധുക്കൾ കൈ നിറയെ വാരിക്കോരി കൊടുക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ സ്വർഗവും പരലോകവും കണ്ണുകൊണ്ട് കണ്ട മനുഷ്യനല്ലാതെ തന്റെ ജീവിതത്തിൽ തന്റെ മുമ്പിലേക്ക് വരുന്ന സമ്പത്ത് ഇങ്ങനെ എണ്ണിപ്പോലും നോക്കാതെ കൊടുക്കാൻ സാധിക്കുകയില്ല. ഒരു പ്രവാചകനല്ലാതെ, കണ്ടുകൊണ്ട് സ്വർഗവും അള്ളാഹുവിനെയും കണ്ട ഒരു മനുഷ്യനല്ലാതെ ഇങ്ങനെ ദാനം ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് തന്റെ കയ്യിലേക്ക് കിട്ടിയ മലഞ്ചെരിവ് നിറഞ്ഞു നിൽക്കുന്ന സമ്പത്തിന്റെ കൂമ്പാരം മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈക്ക് പിടിക്കുന്ന സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി, അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിക്കാൻ അല്ലാഹു തആല കൊല്ലപ്പെടാതെ ദീർഘകാലം ജീവിച്ച് അള്ളാഹുവിലേക്ക് മരണത്തിന് മുമ്പ് തിരിയാൻ അവസരം കൊടുത്തതിന്റെ തുടക്കം ഈ റമളാനിന്റെ 2ാമത്തെ 10-ലാണ്. അല്ലാഹു തആല നമുക്ക് തന്ന അവസരമാണ്. നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ദീർഘകാലമായി നമ്മൾ ജീവിക്കുകയാണ്. നമ്മളെ കുറിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കപടതകളൊക്കെ മാറ്റിവെച്ച് ദീർഘകാലമായി ഭൂമിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മൾ ഒരു കപടതയുമില്ലാതെ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നമ്മൾ എത്ര മോശപ്പെട്ടവരാണ്. എത്ര പ്രാവശ്യം അള്ളാഹുവിനോട് അനുസരണക്കേടുകൾ, ധിക്കാരങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ അങ്ങനത്തെ പാപങ്ങളുടെ കുഴിയിലേക്ക് വീണുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കുഴിയിൽ നിന്ന് പിടിച്ചു കയറുന്നതിന് വേണ്ടി അല്ലാഹു തആല നമുക്ക് ഇട്ടുതരുന്ന ഒരു കയറാണ് ഈ പരിശുദ്ധമായ റമളാനിന്റെ 2ാമത്തെ 10. ലോകത്ത് ഒരു മനുഷ്യനും സന്തോഷിക്കാത്തതുപോലെ
ഏറ്റവും സന്തോഷം ഒരു അടിമയ്ക്ക് തോന്നുന്ന നിമിഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങുകയും ആ മരുഭൂമിയുടെ മധ്യത്തിൽ തന്റെ ഭക്ഷണവും വെള്ളവും ഒക്കെ സ്റ്റോർ ചെയ്തിരുന്ന ഒട്ടകത്തെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാണാതെ പോകുന്ന യാത്രക്കാരൻ പെട്ടെന്ന് അവന്റെ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയാൽ സന്തോഷിക്കുന്നത് എത്ര ആഹ്ലാദത്തിലായിരിക്കുമോ അതിനേക്കാൾ അല്ലാഹു സന്തോഷിക്കും. ലില്ലാഹി അശദ്ദു ഫർഹൻ അലാ തൗബത്തി അബ്ദിഹി ഇലൈഹി. അങ്ങനെ അല്ലാഹു തആല സന്തോഷിക്കുന്ന മാസം. നമ്മൾ നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കണം. എത്ര പാപങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു. ആളുകൾക്ക് നമ്മളെ കുറിച്ച് പലതും പറയാൻ കാണും. നമ്മൾ വലിയ ഉസ്താദാണ്, പള്ളിയിലെ ഒന്നാമത്തെ സഫിലുള്ള ആളാണ്, ഒരു നേരത്തെ നമസ്കാരം പോലും മുടക്കാത്ത ആളാണ്, ഒരു ഹറാമും തിന്നാത്ത, ഒരു ഹറാമും പറയാത്ത, ഒരു ഹറാമും കേൾക്കാത്ത, കാണാത്ത മനുഷ്യരാണ് എന്നെല്ലാവർക്കും പറയാൻ കാണും. പക്ഷെ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നമ്മൾ അള്ളാഹുവിനോട് എത്ര നന്ദി കാണിച്ചിട്ടുണ്ട്, എത്ര നന്ദി കെട്ട അടിമയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ആ അടിമകൾക്ക്, മഹാപാപികളായ അടിമകൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമാണ് ഈ പരിശുദ്ധമായ റമളാൻ. ഇത് വെറുതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രസംഗിക്കാനും നിങ്ങൾ ഇങ്ങനെ പകുതി ഉറക്കത്തിലും മുക്കാൽ ഉറക്കത്തിലും ഇരുന്ന് കേൾക്കാനുള്ളതല്ല. നമ്മളുടെ ഈ റമളാനിന്റെ ദിവസങ്ങൾ ഇങ്ങനെ നമ്മളിൽ നിന്ന് കുറെ പ്രസംഗങ്ങളും കുറെ നോമ്പുതുറകളും കുറെ ഭക്ഷണങ്ങളും ഒക്കെയായി കഴിഞ്ഞു പോകേണ്ടതുമല്ല. മറിച്ച് തന്റെ ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ട് ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വഴങ്ങി തന്റെ ആത്മാവിനെ പാപത്തിന്റെ പടുകുഴിയിലേക്ക് തെള്ളിയിട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്നിൽ നിന്ന് ആ പാപത്തിന്റെ കറകൾ കഴുകിക്കളഞ്ഞ് ശുദ്ധിയാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളെ പോലെ ജീവിച്ച, അല്ലെങ്കിൽ നമ്മളെക്കാൾ മഹാപാപികളായി ജീവിതത്തിൽ ആർക്കും ഒരു ഗുണവുമില്ലാതെ, നാടിനും വീട്ടിലും ഗുണമില്ലാതെ ജീവിച്ച ധാരാളം മനുഷ്യരെ ഈ റമളാനിന്റെ പാപമോചനത്തിന്റെ മാസങ്ങൾ പോലത്തെ ദിവസങ്ങളിലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായപ്പോ, നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളമടിച്ച് ഓടയിലും അഴുക്കുചാലിലും കിടന്ന ധാരാളം മനുഷ്യരെ ചരിത്രത്തിൽ അല്ലാഹു തആല അവരുടെ പാപമോചനം സ്വീകരിച്ച് പരിശുദ്ധമായ, ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പർ മിഹ്റാബുകളിലേക്ക് പൊക്കിയിരുത്തിയ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമറിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ, നാട്ടിലെ കുടിയനും ധിക്കാരിയും അഹങ്കാരിയുമായി മക്കയിലെ കമ്പോളങ്ങളിൽ കറങ്ങി നടന്ന സ്വന്തം ബാപ്പ പോലും നിനക്ക് എന്റെ വീട്ടിൽ നിന്ന് ചെലവ് തന്നിട്ട് ഒരു പ്രയോജനവുമില്ല, നാടും വീടും മുടിപ്പിക്കാൻ എന്നെയും നാട്ടുകാരെയും കുടുംബക്കാരെയും പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായവൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കിയ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ നമ്മൾ കാണുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മിമ്പറിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജനങ്ങളെ വിളിച്ച് ഖുതുബ നടത്തുന്നതാണ്. അയ്യുഹന്നാസ് കുന്നാ അദല്ല ഖൗമിൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ജനങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ കയറി നിന്ന് പ്രസംഗിക്കുന്ന ഉമറിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല. ഉമർ മഹാപാപിയായിരുന്നു. ഉമർ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ച് നന്ദിയില്ലാതെ നന്ദി കെട്ടവനായി ജീവിച്ച അടിമയായിരുന്നു. പക്ഷെ ഉമർ അള്ളാഹുവിലേക്ക് തിരിഞ്ഞപ്പോ അള്ളാഹു കൊണ്ട് നിർത്തിയതാണ് ഉമറിനെ ഈ മിമ്പറിൽ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമ് നിന്ന് നമസ്കരിച്ച മെഹ്റാബിലേക്ക് സാക്ഷാൽ ഉമർ ഇബ്നു ഖത്താബ് കയറി നിന്ന് കൈകെട്ടി ഇമാമത്ത് നിന്ന് നമസ്കരിക്കുന്ന രംഗം ഹദീസിൽ കാണാം. ഫാത്തിഹ ഓതി സൂറത്ത് യൂസുഫ് നമസ്കാരത്തിൽ ഓതി ഓതി വന്നു. ഖാല ഇന്നമാ അഷ്കൂ ബദ്ദി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ, ഞാൻ എന്റെ സങ്കടങ്ങളും എന്റെ പാപത്തിന്റെ ഭാരങ്ങളും ഞാൻ നിന്റെ മുമ്പിൽ മാത്രം ഇറക്കി വെക്കുന്ന അല്ലാഹുവേ, നിന്റെ മുമ്പിൽ മാത്രം കരയുന്നു എന്ന ആയത്ത് ഓതുമ്പോ പിറകിൽ നിന്ന സഹാബാക്കൾ ഓതുന്ന ഓതലിനേക്കാൾ ശബ്ദത്തിൽ ഒരു തേങ്ങിക്കരച്ചിൽ കേട്ടു. സാക്ഷാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ഏതോ ഒരു നിമിഷത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നന്നാവാൻ ഉമർ തയ്യാറാകുന്ന സമയത്ത് ഉമറിനെ സ്വീകരിച്ച തന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഓർത്ത് ഉമർ പൊട്ടിക്കരയുന്ന രംഗം ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് മനുഷ്യൻ തന്റെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ സ്വീകരിക്കാൻ ഇരു കരങ്ങളും നീട്ടി അല്ലാഹു തആല നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന മാസമാണ്, അല്ലെങ്കിൽ ആ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് നാം ഓരോരുത്തരും കഴിഞ്ഞുകൂടുന്നത്. നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും ഇതൊക്കെ നമുക്കുള്ളതല്ല, ഇതൊക്കെ ഏതോ കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് പള്ളിയിൽ കയറാതെ അള്ളാഹ് ആരെന്നറിയാതെ നടക്കുന്ന ആളുകൾക്കുള്ളതാണ്.
ഓടയിലും അഴുക്ക് ചാലിലും പാപത്തിന്റെ കുഴികളിലും കിടന്നിരുന്ന മനുഷ്യരെ പരിശുദ്ധമായ മിമ്പറുകളിലേക്ക് എടുത്തുയർത്തിയ അല്ലാഹു തആല തന്നെ അതേ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചിരുന്ന, അതേ മെഹ്റാബിൽ നിന്ന് നമസ്കരിച്ചിരുന്ന പല മനുഷ്യരെയും ഓടകളിലേക്കും അഴുക്ക് ചാലിലേക്കും എടുത്തെറിഞ്ഞ ചരിത്രം കൂടി പരിശുദ്ധ ഖുർആൻ നമ്മളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, നമ്മളൊക്കെ എപ്പോഴും പള്ളിയിൽ വരുന്നവരും നിസ്കരിക്കുന്നവരും ദീനുള്ളവരുമാണ്. റമദാനിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ പള്ളിയിൽ വന്നാല് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു പുച്ഛത്തോടെ അവനെ നോക്കും. ഇവനൊക്കെ നോമ്പിന് കഞ്ഞി മേടിക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ നോമ്പിന് തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് മഗ്രിബ് കഴിഞ്ഞ് പൊതി മേടിക്കാൻ വന്നവനാണ്, ഇവനൊക്കെ എന്ത് അല്ലാഹ് എന്ന ഭാവത്തിൽ നമ്മൾ നോക്കാറുണ്ട്. നമ്മൾ ആലോചിക്കണം, അഴുക്ക് ചാലിൽ നിന്ന് മിമ്പറുകളിലേക്ക് മഹാന്മാരായ മനുഷ്യരെ ഉയർത്തിയ അല്ലാഹു തആല അതേ മിമ്പറുകളിൽ നിന്ന് നമ്മളെപ്പോലെ അസുഖമുള്ള ആളുകളെ ഓടകളിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞ് ദീനില്ലാതെ മുർത്തത്തായി, കാഫിറായി, പാപികളായി ചത്തുപോയ ചരിത്രം കൂടി പരിശുദ്ധ ഖുർആൻ നമ്മളുടെ മുമ്പിൽ പറയുന്നുണ്ടെങ്കിൽ, ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, എന്റെ ഏതടിമ, എത്ര പാപിയായ അടിമയും ജനങ്ങൾ മുഴുവൻ കൈവിട്ട അടിമ, ജനങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചു കളഞ്ഞ അടിമ എന്റെ മുമ്പിൽ കരയാൻ ആത്മാർത്ഥമായി അല്ലാഹുവേ നീ എന്നോട് മാപ്പാക്കണമേ എന്ന് ചോദിച്ചാൽ അവന്റെ കരച്ചിൽ കേൾക്കാനും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാനും വിശാലതയുള്ളവനാണ് നിന്റെ റബ്ബ്. ഹുവ അഅലമു ബിക്കും, നിങ്ങളെ അല്ലാഹുവിനറിയാം. ഇദ് അൻശഅകും മിനൽ അർദ്, ഈ മാന്യന്മാരായി ഞങ്ങളൊക്കെ ദീനിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളെപ്പോലെ വെള്ള വസ്ത്രവും തലേക്കെട്ടും ഒക്കെ ധരിച്ചിരുന്ന് പ്രസംഗിക്കുന്ന ആളുകളോട് അള്ളാഹു പറയുന്നു, ഹുവ അഅലമു ബിക്കും, നിങ്ങളെ നല്ലതുപോലെ അള്ളാഹുവിന് അറിയാം നീ ആരാണ് എന്ന്. ഇദ് അൻശഅകും മിനൽ അർദ്, എപ്പം മുതൽ അറിയാം? ഭൂമിയിലേക്ക് നീ പിറന്നു വീണ ദിവസം മുതൽ അറിയാം. നമ്മളൊക്കെ സാധാരണ പറയത്തില്ലേ, നിന്നെ എനിക്ക് ഇന്നും ഇന്നലെയും ഒന്നുമല്ല, പണ്ട് മുതലേ വള്ളിനിക്കറിട്ട് നടന്ന കാലം മുതലേ നിന്നെയൊക്കെ അറിയാം, നീയൊക്കെ ആരായിരുന്നു എന്ന്. ഇന്ന് കുറച്ച് നമസ്കാരവും കുറച്ച് നോമ്പും ഒക്കെ പിടിച്ച് ഒരു ഹജ്ജൊക്കെ ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളായപ്പോ നിനക്ക് പാപികളായ എന്റെ അടിമകളെ കാണുമ്പോ അവരോട് നിനക്ക് വെറുപ്പാണ് തോന്നുന്നതെങ്കിൽ നിന്നെ എനിക്കറിയാം. ഇത് അൻശഅകും മിനൽ അർദ്, നീ ഭൂമിയിലേക്ക് പറന്നു വീണ സമയം മുതൽ. അല്ലാഹു അങ്ങനെയും നിർത്തിയില്ല. വഇദ് അൻതും അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാതികും, ജനിക്കുമോ മരിക്കുമോ പുറത്തേക്ക് കുഞ്ഞായി വരുമോ എന്ന് പോലും ഉറപ്പില്ലാതെ നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയം മുതലേ നിന്നെയൊക്കെ അറിയാം. അതുകൊണ്ട് ഫലാ തുസഖൂ അൻഫുസകും, നിങ്ങൾ സ്വയം ഞങ്ങളൊക്കെ നല്ലവരാണ്, ഞങ്ങളൊക്കെ പാപങ്ങളില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് സ്വയം പൊക്കി വഞ്ചിതരായി പോകരുത്. ഹുവ അഅലമു ബിമനിത്തഖാ, ആത്മാർത്ഥമായി റമളാനിന്റെ രാപകലുകളിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കരഞ്ഞ് കൈകൾ നീട്ടുന്നവരെ കുറിച്ച് അള്ളാഹുവിനറിയാം, അവര് ഭൂമിയിൽ പിറന്നു വീണ സമയം മുതൽ. ഫലാ തുസഖൂ അൻഫുസകും ഹുവ അഅലമു ബിമനിത്തഖാ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ 10 പാപികളായ സാധുക്കളായ ബലഹീനത കൊണ്ട് പാപങ്ങൾ ചെയ്തു പോയ, റമദാനിന്റെ നോമ്പ് പിടിച്ചുകൊണ്ടും നാവ് കൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ അനാവശ്യങ്ങൾ പറയുകയും കാണുകയും ഒക്കെ ചെയ്തു പോയ എന്നെയും നിങ്ങളെയും പോലത്തെ പാപികളായ അടിമകളെ 2 കൈകളും നീട്ടി അല്ലാഹു തആല നിങ്ങൾ എന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു വിളിക്കുന്ന സമയമാണ് ഈ റമദാനിന്റെ രണ്ടാമത്തെ 10. നമ്മൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഖുൻ കബീറുൻ, നബിതങ്ങളുടെ അടുക്കലേക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ, തളർന്ന് അവശനായ മനുഷ്യൻ നബിതങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഖദ് സഖത ഹാജിബാഹു അൻ ഐനൈഹി, അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പിരികങ്ങൾ കണ്ണിലേക്ക് താന്നു കിടക്കുന്ന മനുഷ്യൻ, രോമങ്ങളൊക്കെ ചുളുങ്ങി തൂങ്ങിക്കിടക്കുന്ന മനുഷ്യൻ, ശരീരത്തിന്റെ ഒരു രോമം പോലും നരബാധിക്കാത്ത, നേരെ നടക്കാൻ പറ്റാത്ത, വടികുത്തി മാത്രം നടക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ നബിതങ്ങളുടെ മുമ്പിലേക്ക് കുത്തി ഉന്തി നടന്നു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങളാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ചോദിക്കാം. ഞാനൊരു മനുഷ്യനെ കുറിച്ച് ചോദിക്കാം. ഒരു മനുഷ്യൻ, അയാള് എന്തെല്ലാം പാപങ്ങളുണ്ടോ ആ പാപങ്ങൾ മുഴുവൻ ജീവിതത്തിൽ ചെയ്ത മനുഷ്യൻ, ചെറുതും വലുതുമായ മനുഷ്യൻ നല്ലതായും ചീത്തയായും കാണുന്ന ഒരു പാപവുമില്ല ആ പടുപാപി ചെയ്യാത്തതായി.
ആ മനുഷ്യനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ജനങ്ങൾക്ക്, ഭൂമിയിൽ താമസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമായി അയാൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ, കണ്ടും പറഞ്ഞും കേട്ടും പിടിച്ചുമൊക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ വീതം വെച്ച് കൊടുത്താൽ ഭൂമിയിൽ താമസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഓഹരി കിട്ടുന്ന തരത്തിൽ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഈ പ്രായാധിക്യത്തിന്റെ പ്രായം വരെ പാപങ്ങൾ ചെയ്തു കൂട്ടിയ ഒരു മനുഷ്യനെ കുറിച്ച് തങ്ങളോട് ചോദിക്കാനാണ് ഞാൻ വന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതൊക്കെ വിശദീകരിച്ചിട്ട് ചോദിച്ചു, ഫഹല്ലഹു മിൻ തൗബ. ആ മനുഷ്യൻ ഈ റമളാനിന്റെ രണ്ടാമത്തെ പത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈ നീട്ടി, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, എന്നോട് നീ മാപ്പാക്കണേ അല്ലാ, ഞാൻ ഇനി പാപങ്ങളിലേക്ക് മടങ്ങുകയില്ല എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹു തആല പുറത്തു കൊടുക്കുമോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ നിൽക്കാൻ പോലും സാധിക്കാതെ വടിയിൽ കുത്തി മാത്രം നിൽക്കുന്ന ഒരു പുരുഷായുസ് മുഴുവൻ പാപത്തിൽ ജീവിച്ച മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു പുറത്തു തരും. ആ മനുഷ്യന് വിശ്വാസം വരുന്നില്ല. വീണ്ടും ചോദിച്ചു, നബിയെ, ഞാൻ എന്റെ ഇത്ര വലിയ പാപങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ പാപങ്ങൾ ജീവിതത്തിൽ സമ്പാദിച്ച് കൂട്ടിയിട്ടും അള്ളാഹുവെ ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി പശ്ചാത്താപത്തിന്റെ ജീവിതം ജീവിക്കാൻ നിന്റെ അടിമ തയ്യാറായാൽ എനിക്ക് അള്ളാഹു പുറത്തു തരുമോ എന്ന് വീണ്ടും ചോദിക്കുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ തോളിൽ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നു, അല്ലാഹു തആല പുറത്തു തരും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫതവല്ല ശൈഖു, ആ മനുഷ്യൻ സന്തോഷത്തോടുകൂടി തിരിഞ്ഞുപോയി. ഫജഅല യുഹല്ലിലുല്ലാഹ വയുകബ്ബിറു, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് വലിയവൻ. ഈ പാപിയായ, എന്റെ വിശ്വാസത്തിൽ ഭൂമിയിൽ ജനിച്ചതിൽ ഏറ്റവും പാപിയായ മനുഷ്യനായ എന്നോട് കരുണ കാണിച്ച നീയാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നുപോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ആ മനുഷ്യൻ നമ്മൾ ആലോചിച്ച് നോക്കണം. ജീവിതത്തിൽ മുഴുവൻ നേരെ നിൽക്കാൻ പറ്റുന്ന അത്രയും സമയം പാപത്തിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യൻ സ്വന്തം പാപത്തെ കുറിച്ച് പറയുന്നു. ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും വീതിച്ചു കൊടുത്താൽ ഓഹരി കിട്ടാൻ മാത്രം. നമ്മളൊക്കെ വലിയ വലിയ ലോകത്തെ അതിസമ്പന്നരായ ആളുകളെ കുറിച്ച് പറയും, അവരുടെ ഓഹരി 3 വർഷത്തേക്ക് ഇന്ന ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചാൽ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നു. അതുപോലെ നബി തങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, തന്റെ പാപങ്ങൾ വീതിച്ചാൽ എല്ലാവർക്കും ഓഹരി കിട്ടും. അങ്ങനത്തെ പാപിയായ മനുഷ്യന്റെ തോളത്ത് തടകിക്കൊണ്ട് ഈ റമദാനിന്റെ രണ്ടാമത്തെ പത്തിൽ അള്ളാഹുവിലേക്ക് തിരിയാൻ തയ്യാറായാൽ നിനക്ക് പുറത്തു തരും. അപ്പോഴാണ് നമ്മൾ റമദാനിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നാവാൻ വേണ്ടി വന്നാല് ഇവനൊക്കെ കഞ്ഞി മേടിക്കാനും പൊതി മേടിക്കാനും അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയും പെരുന്നാളിനും റമദാനിന്റെ അവസാനത്തെ 3 ദിവസത്തേക്കും നിസ്കരിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുന്നത്. റമദാനിന്റെ രണ്ടാമത്തെ 10 നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മളുടെ ബലഹീനത അള്ളാഹുവിന്റെ മുമ്പിൽ സമ്മതിക്കണം. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെയും മോശമായ, ഇവനൊക്കെ എഴുതി തള്ളേണ്ടവനാണ്, ഇവനെയൊക്കെ അടുപ്പിക്കാൻ കൊള്ളാത്തവനാണ് എന്ന മനോഭാവത്തിൽ ഒരു മനുഷ്യനെയും കാണാതിരിക്കുക. നിന്നെയൊക്കെ ഭൂമിയിൽ ജനിച്ചു വീണ നാള് മുതൽ നിന്റെയൊക്കെ പ്രവൃത്തിയും നീ മറന്നുപോയാലും നീ ആരായിരുന്നു എന്നും നിന്റെ ചെറുപ്പം എന്തായിരുന്നു എന്നും നിന്റെ ഉള്ളിൽ പുറത്ത് എത്ര വെള്ളക്കുപ്പായമിട്ട് നീ പോളിച്ച് ചെയ്ത് നടന്നാലും നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കറുപ്പും നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വൃത്തികേടുകളും നല്ലതുപോലെ അറിയുന്ന നിന്റെ റബ്ബ് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഫലാ തുസക്കൂ അൻഫുസക്കും, നീ നല്ലവനായിക്കൊണ്ട് ഒരുത്തനെയും മോശക്കാരനായി ചിത്രീകരിക്കരുത്, സംസാരിക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞു വെക്കുകയാണ്. ആരെങ്കിലും റമദാനിന്റെ രണ്ടാമത്തെ 10 എന്ന അവസരം ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുന്നത് മാത്രമല്ല, അവരുടെ പാപങ്ങളെ നന്മകളാക്കി മാറ്റിമറിക്കും. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അവതരിക്കുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് സഹാബാക്കളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ഉമർ പറഞ്ഞു, ഈ ആയത്ത് ഖുർആനിൽ ഇറങ്ങുമ്പോ ഭൂമിയിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഈ ഉമറാണ്. കാരണം ഉമർ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കെടുത്താൽ സഹാബാക്കളെ നിങ്ങൾ ആരും അവിടം വരെ എത്തുകയില്ല. ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ അവന്റെ തിന്മകളെ നന്മകളാക്കി മാറ്റി മറിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു. ഉമറിനോളം തിന്മ ജീവിതത്തിൽ ചെയ്ത ആരുമില്ല.
അബൂബക്കറെ, നിങ്ങൾക്ക് ജീവിതത്തിൽ നന്മ മാത്രമാണുള്ളത്. ഉമറിനാണെങ്കിൽ പറയാൻ തിന്മയുടെ കണക്കുകൾ ധാരാളമാണ് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുമായിരുന്നു. നമ്മൾ ആലോചിക്കണം, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് തിരിയാൻ, അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിലേക്ക് തിരിയുന്നതിന് വേണ്ടി നമുക്കൊക്കെ തോന്നും, നമ്മളൊക്കെ ദുആ ചെയ്താൽ നമുക്ക് ദുആ ചെയ്യാൻ അറിയില്ല, ചോദിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഉസ്താദെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ഉസ്താദിനെയാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ അല്ല. അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഒരു മനുഷ്യൻ അവന്റെ മാതാവ് സ്വന്തം ഉമ്മയ്ക്ക് സ്വന്തം മകനോട് എത്ര കരുണയുണ്ടോ അതിന്റെ 70 ഇരട്ടി കരുണയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ്. നമ്മളുടെ ചെറിയ മക്കൾ നമ്മളോട് ചോദിക്കുമ്പോ ചിലപ്പോ ചോദിക്കുന്നത് തിരിയൂല, വാക്കുകൾ തെറ്റിപ്പോകും, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴും ഗ്രാമർ ശരിയാവുകയില്ല, വാക്കുകൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ പോലും നാവ് കൊണ്ട് തിരിയുന്ന തരത്തിൽ പറയാൻ സാധിക്കാത്ത മക്കള് കരയുമ്പോ അല്ലെങ്കിൽ ചോദിക്കുമ്പോ ചോദിക്കാൻ പോലും അറിയാത്ത പ്രായത്തിൽ പാലിന് വേണ്ടി കരയുന്ന മക്കള് വിശന്നിട്ടാണ് കരയുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെ ഉമ്മ ആ മകനെ പരിഗണിക്കുന്നു എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കാൻ അറിയുകയില്ല. വെറുതെ ഇരുന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞാൽ മതി, ആ കരച്ചില് മതിയാകും. ചോദിക്കാൻ അറിയാത്ത പ്രായത്തിൽ കരയുന്ന കുഞ്ഞിന് മാതാവ് പാല് കൊടുക്കുന്നത് പോലെ സന്തോഷത്തോടുകൂടി കുഞ്ഞിന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നത് പോലെ അള്ളാഹുവിനോട് ചോദിക്കാൻ അറിയാത്ത നമ്മള് വെറുതെ കൈകൾ നീട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ കരയാനിരുന്നാൽ മതി. മാതാവിനേക്കാൾ 70 ഇരട്ടി സ്നേഹമുള്ള അള്ളാഹു താല നമ്മളുടെ മനസ്സിന്റെ തേങ്ങൽ, നമ്മളുടെ പാപഭാരത്തെ അള്ളാഹു താല കഴുകി ശുദ്ധിയാക്കി കളയും. ഈ പരിശുദ്ധമായ ദിവസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടും നമ്മളെ കൊണ്ട് ഇതൊന്നും സാധിച്ചില്ല. സാധാരണ ദിവസം പോലെ കഴിഞ്ഞു പോയി. റമദാൻ സാധാരണ നബിതങ്ങൾ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ഉം രണ്ടാമത്തത് മഗ്ഫിറത്തിന്റെതും മൂന്നാമത്തത് നരകമോചനത്തിന്റെതുമാണെങ്കിൽ നമ്മളൊക്കെ റമദാനിന്റെ ആദ്യത്തെ 10 നമ്മളുടെ ക്ഷീണത്തിന്റെ 10ആണ്. റമദാനായി 5-6 ദിവസമായി ഇതുവരെ ടൈമൊന്നും അഡ്ജസ്റ്റ് ആയില്ല, അതുകൊണ്ട് ഉറങ്ങണം, ക്ഷീണം, റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെള്ളി നീക്കും. രണ്ടാമത്തെ 10 നബിതങ്ങൾ മഗ്ഫിറത്തിന്റെ 10ആയി തന്നെങ്കിൽ നമ്മൾ നോമ്പ് തുറയുടെ 10ആയിട്ട് നിശ്ചയിച്ചു. ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ വീട്ടിലും വിളിച്ച് നോമ്പ് തുറപ്പിക്കണം, ബാക്കി 9 ദിവസം ബന്ധുക്കളുടെ വീട്ടിൽ പോയി നോമ്പ് തുറക്കാനുള്ള നോമ്പ് തുറയുടെ 10ഉം നരകമോചനത്തിന്റെ 10ആയ മൂന്നാമത്തെ 10നെ ഷോപ്പിങ്ങിന്റെ 10ഉമായി നമ്മൾ മാറ്റിമറിച്ചു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുന്ന ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമായ മണ്ണെന്ന് പരിചയപ്പെടുത്തിയ മദീനത്തെ റൗളയിലെ നബിതങ്ങളുടെ മിമ്പർ ഇരിക്കുന്ന പള്ളി മിമ്പറിന്റെ മുകളിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂല് ആമീൻ പറയുന്നു. ലോകത്തെ ഏറ്റവും പരിശുദ്ധനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു, ബഅദമൻ അദ്റക റമളാൻ ഫലം യുഗ്ഫറു ലഹു ഖുൽതു ആമീൻ. റമളാൻ കഴിഞ്ഞു പോയിട്ടും അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തിന്റെയും പാപമോചനത്തിന്റെയും അവസരങ്ങൾ ഉപകാരപ്പെടുത്താതെ പാഴാക്കി കളഞ്ഞ ഒരു മനുഷ്യനുണ്ടെങ്കിൽ റമളാൻ കഴിയുന്നതോടുകൂടി, പെരുന്നാളിന്റെ അന്ന് തുടങ്ങുന്നതോടുകൂടി അവൻ മുടിഞ്ഞു പോകട്ടെ, നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്യുന്നു. നബിതങ്ങൾ ആമീൻ പറയുന്നു. പരിശുദ്ധമായ മിമ്പറിൽ നിന്ന് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിശുദ്ധൻ ജിബ്രീൽ അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഷ്റഫായ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്ന മഖാമ് മദീനയിലെ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ ആളുകൾ 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി ഇടികൂടുന്ന പരിശുദ്ധമായ റൗളയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മിമ്പർ ഇരുന്ന ആ മിമ്പറിന്റെ മുകളിൽ നിന്ന് ദുആ ചെയ്യുന്നു. ദുആ ചെയ്ത ആള്, ആമീൻ പറഞ്ഞ ആള്, ദുആ ചെയ്ത സ്ഥലം, ദുആ ചെയ്ത സമയം, ഇത് 4ഉം ദുആ സ്വീകരിക്കപ്പെടുന്നതിൽ ഏറ്റവും പരിശുദ്ധമായ 4 മാനദണ്ഡങ്ങൾ ഒരുമിച്ച ദുആയാണ്. റമളാൻ കഴിഞ്ഞിട്ടും ജീവിതം നന്നാക്കാൻ, പാപങ്ങൾ പൊറുപ്പിക്കാൻ, റമളാനിനെ പരിഗണിക്കാൻ ഒരുത്തിന് സാധിച്ചില്ലെങ്കിൽ അവൻ മുടിഞ്ഞു പോകട്ടെ എന്ന്. ഈ ദുആ ലോകത്ത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒരു ദുആയും ലോകത്ത് സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഈ റമളാനിനെ പരിഗണിക്കാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിലേക്ക് തിരിയാൻ, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് അറിയുന്നത് പോലെ, സാധിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നന്നാവാൻ നാം ഓരോരുത്തർക്കും അള്ളാഹു തആല ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.